അങ്ങനെ സർവമായ തിയേറ്ററിൽ പോയി കണ്ടു. ഇന്നലെ വൃഷഭ കണ്ടതിൻ്റെ ആ ഒരു ക്ഷീണം ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി സർവമായ കണ്ടപ്പോഴത്തേക്കും മാറി കിട്ടി എന്നുള്ളതാണ്. ഇപ്പോൾ കുറേ നാളായി നമ്മൾ മിസ് ചെയ്യുന്നൊരു നിവിൻ പോളി ഉണ്ടല്ലോ, ആ നിവിൻ പോളിയുടെ തിരിച്ചു വരവ് എന്നുള്ളത് 100% നമുക്ക് ഈ പടത്തിൽ ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഭയങ്കര പെർഫോമൻസ് ഒന്നും അല്ലെങ്കിൽ ഒരു കിടിലം മൂവി, നമ്മൾ ഇതുവരെ കാണാത്തൊരു കഥ അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ ചില സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സ് നിറഞ്ഞ് നമ്മൾ പൂർണ്ണമായിട്ട് ഇങ്ങനെ തൃപ്തിപ്പെട്ട് നമ്മൾ ചില ആൾക്കാരെ കാണാൻ പറയില്ല എന്താ ഐശ്വര്യ കാണാനായിട്ട് എന്ന് പറയുന്ന പോലെ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും എന്താ ഐശ്വര്യമുള്ള സിനിമയാണ്, നല്ലൊരു സിനിമ. നമ്മൾ കംപ്ലീറ്റ്ലി ഹാപ്പി ആയിട്ട് 2.5 മണിക്കൂർ തിയേറ്ററിൽ ഇരിക്കുമ്പോഴത്തേക്കുവേ നമുക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല. ഇപ്പോൾ നമുക്ക് ഭയങ്കര പിരിമുറുക്കങ്ങളില്ല, മാനസിക സംഘർഷങ്ങൾ അങ്ങനെയൊന്നും വരില്ല. നമ്മളിങ്ങനെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എൻജോയ് ചെയ്യുക. പടം തുടങ്ങുന്ന എൻജോയ്മെന്റ് ഉണ്ട്. ആ എൻജോയ്മെന്റ് നമ്മളിങ്ങനെ തീരുന്നവരെ ഇങ്ങനെ ആസ്വദിച്ച് കണ്ടുകൊണ്ടേയിരിക്കും. എനിക്ക് ഈ വെക്കേഷൻ സമയത്ത് ഫാമിലി ആയിട്ട് ഇപ്പോൾ കുട്ടികളായിട്ടൊക്കെ പോയി ഇതിനകത്ത് ഒരു ഹൊറർ എലമെന്റ് ഉണ്ടെന്നൊക്കെ പറയുന്നല്ലോ. പക്ഷെ ആ ഹൊറർ എലമെന്റ് കാണാൻ തന്നെ എന്ത് രസമാണെന്ന് അറിയാമോ? നമ്മളിനി കണ്ടിരിക്കുമ്പോഴത്തേക്കും എന്തൊരു ക്യൂട്ടാണ് ഇതിനകത്തൊരു ഒരു പ്രേതത്തെ പറ്റി ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. പക്ഷേ അതിൻ്റെ അതിൻ്റെ രസം, അതിൻ്റെ ഡയറക്ഷൻ ആയിക്കോട്ടെ, അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരുടെ പെർഫോമൻസ് ആയിക്കോട്ടെ, ഇമോഷണലി ഈ നമ്മളായിട്ട് കണക്റ്റ് ആവുന്ന കുറേ മൊമെന്റ്സ് വെച്ചിട്ട് ഇങ്ങനെ നല്ല രസമാണ് കേട്ടോ. അഖിൽ സത്യൻ്റെ ഒരു ഗംഭീര വർക്കാണ് ഈ ഒരു സിനിമ. നമുക്ക് ആ ഒരു നമ്മുടെ നിവിൻ പോളി, നമ്മുടെ അയൽ വീട്ടിലെ പയ്യൻ ഇമേജുള്ള ആ നിവിൻ പോളി നമുക്ക് തിരിച്ചു കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിനകത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ സിനിമയിൽ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളെ OTT ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടി പോകുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ഡിലേലു അല്ലെങ്കിൽ വേറെ പേര് ഞാൻ പറയുന്നില്ല, രണ്ടാമത്തെ പേരുണ്ട്, ആ പേര് ഞാൻ പറയുന്നില്ല കാരണം അത് സ്പോയിലർ ഒന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ കണ്ടോ. ആ ക്യാരക്ടർ ചെയ്ത റിയ എന്ന് പറയുന്നൊരു പെൺകുട്ടി, എന്ത് രസമാണ് അവരുടെ ആ ഒരു പരിപാടി. പ്രേതം എന്നല്ലല്ലോ, പ്രേതം എന്ന് പറയാൻ പറ്റില്ല. എന്ത് രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്യൂട്ടാണ്. എനിക്ക് തോന്നുന്നു പണ്ട് പ്രേമം ഇറങ്ങിയ സമയത്ത് മലർ മിസ്സിനെ നമ്മുടെ മലയാളിക്കര ആഘോഷിച്ച രീതിയിൽ തീർച്ചയായിട്ടും ഈ ദിലേലു എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ ഇഷ്ടപ്പെടും. ഭയങ്കര രസമാണ് കേട്ടോ. അപ്പം അവരുടെ വോയിസ്, ഈ ക്യൂട്ട്നെസ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ചില ക്യാരക്ടേഴ്സിൻ്റെ, പക്ഷെ ഇവിടെ ക്യൂട്ട്നെസ് അല്ല, ഭയങ്കര ഒരു ഈ നമ്മൾ പറയുന്ന ആ കളിയാക്കിയുള്ള ക്യൂട്ട്നെസ് അല്ല, യഥാർത്ഥ ക്യൂട്ട്നെസ്സും യഥാർത്ഥത്തിൽ ഭയങ്കര രസമാണ്. അവരുടെ സംസാരം, സൗണ്ടും ഡബ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അവർ തന്നെ റിയ തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. കിടു പരിപാടിയാണ് പുള്ളിക്കാരത്തിയുടേത്. ആരും ഓവർ ആക്ട് ചെയ്ത് ചിലവാക്കുന്നില്ല. നമുക്ക് ഈ സിനിമ കാണുമ്പോഴത്തേക്ക് നമ്മൾ വെറുക്കുന്ന ഒരു ക്യാരക്ടർ പോലും ഉണ്ടാവത്തില്ല. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സിനോടും നമുക്ക് ഇഷ്ടം തോന്നും, എല്ലാ ക്യാരക്ടേഴ്സിനോടും. അടുത്തൊന്നും ആരും ഓവർ ആക്ടിങ് ഇല്ല, എല്ലാം ഭയങ്കര നന്മ അല്ലെങ്കിൽ ഭയങ്കര രസം. ഈ നന്മയൊളിയല്ല, യഥാർത്ഥ നന്മരസങ്ങളുള്ള കുറേ പരിപാടി. പണ്ടത്തെ സത്യനന്ദിക്കാടിൻ്റെ അതേ മൂവി കാണുന്നൊരു ഫീലാണ്. ഇപ്പോൾ മകനാണല്ലോ, സ്വാഭാവികമായിട്ട് ആ ഒരു ഗുണം തീർച്ചയായിട്ടും കാണിക്കും. അതുപോലെ നമുക്ക് സ്ക്രീനിൽ അത് കാണാനുമുണ്ട്. ഈ പടത്തിൻ്റെ മെയിൻ കുറച്ച് ഇമോഷണൽ പോർഷൻസ് ഉണ്ട്. മെയിനായിട്ടൊരു 3 ഇമോഷണൽ പരിപാടീസ് ഉണ്ട്. ഒരു അച്ഛൻ മകൻ ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. പിന്നെ ഒരു എവിടുന്നോ വരുന്ന, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സ്ട്രേഞ്ചർ, ഞാനത് സ്പോയിൽ ചെയ്യുന്നില്ല, ആ സ്ട്രേഞ്ചറും നായകനുമായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. ആ ബോണ്ടിങ് ആണ് ഈ പടത്തിൻ്റെ മെയിൻ പരിപാടി. സൂപ്പർ കിടു പരിപാടി, രക്ഷയില്ല. പിന്നെ വേറൊരു നായിക, 2 നായികമാരുണ്ട്. അപ്പോൾ പ്രീതിയാണ് രണ്ടാമത്തെ നായികയെ, പ്രീതി മൂന്നിലാണ്. പുള്ളിക്കാരത്തിൻ്റെ പരിപാടി നൈസാണ് കേട്ടോ. പുള്ളിക്കാരത്തിയും ഉള്ള പോർഷനിലൊക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട്. ആ ഇമോഷണൽ കണക്ഷൻ നമ്മളുമായിട്ട് ഓക്കെയാണ്, നമുക്കത് വർക്ക് ആവുന്നുണ്ട്. പിന്നെ അജു വർഗീസ് നിവിൻ പോളി കോംബോ, ഈ ഒരു കോംബോ പണ്ട് നമ്മൾ ലാലേട്ടൻ ശ്രീനിവാസൻ കോംബോ അത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ലാലേട്ടൻ മുകേഷ് കോംബോ, ലാലേട്ടൻ ജഗദീഷ് ശ്രീകുമാർ കോംബോ, ലാലേട്ടൻ ജഗദീഷ് കോംബോ, അല്ലെങ്കിൽ മുകേഷ് ജഗദീഷ് കോംബോ എന്നൊക്കെ പറയുമല്ലോ, അതേപോലത്തെ ഒരു വൈബ് നമുക്ക് ഇവിടെ കിട്ടും ഈ പരിപാടി. നിവിൻ പോളി അജു വർഗീസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു സാധനം നമുക്ക് കിട്ടുന്നുണ്ട്. അവരുടെ ആ കോമ്പിനേഷൻ സീനൊക്കെ ഭയങ്കര നൈസാണ്. അജു കുറച്ചുകൂടെയൊക്കെ ബോഡിയിലൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കുന്ന ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് ഉണ്ട്. കാരണം പുള്ളി ഭയങ്കരമായിട്ടേ അമിതമായിട്ട് വണ്ണം വെച്ച് പോകുന്നുണ്ട്. അപ്പോൾ അത്രയും വണ്ണം വെച്ച് പോകുമ്പോഴത്തേക്കും പുള്ളിക്ക് എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റൂല. പുള്ളി കുറച്ചുകൂടെ ഏജുള്ള ക്യാരക്ടർ മാത്രം ചുരുങ്ങി പോകും. എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് നല്ലതായിരിക്കും. നിവിൻ പോളി അത്യാവശ്യമൊക്കെ ഒന്ന് ബോഡിയിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും പഴയൊരു നിവിൻ പോളി ഉണ്ടല്ലേ, ഇത് നമ്മുടെ ആ ഒരു ഇത്തിരി സ്ലിം ആയിട്ടുള്ള നിവിൻ പോളി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ കിടുപരിപാടിയാണ്. ഈ നിവിൻ പുള്ളി ഡയലോഗ് പറയാത്ത സമയത്ത് പുള്ളി കുറച്ച് മാനറിസംസ് ഇടും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ഇടയ്ക്ക് ഈ നിവിൻ പോളിയുടെ ആ പരിപാടി, പണ്ടത്തെ ലാലേട്ടൻ്റെ ഒരു സാധനമാണ്, അത് പിന്നീട് ഞാൻ കണ്ടുള്ള നിവിൻ പോളിയിലാണ്. അത് നിവിൻ പോളി ഇടയ്ക്കെടുത്ത് ഇടുമ്പോഴത്തേക്കും സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കാൻ എന്ത് രസമാണെന്ന് അറിയാമോ? നിങ്ങളത് തിയേറ്ററിൽ പോകുമ്പോഴത്തേക്കും നിവിൻ ഡയലോഗ് പറയാത്ത സമയത്ത് നിവിൻ പേടിക്കുന്നതായിക്കോട്ടെ, നിവിൻ്റെ കുറച്ച് കള്ളത്തരം ഡയലോഗ്സ് ഒക്കെ ഇടുന്ന ഇതിനകത്തെ ഒരു പോർഷനിൽ
പ്രേമത്തെ പറ്റി ഒരു ഡയലോഗ് പറയാറുണ്ട് പുള്ളി. ഈ പ്രേമത്തെ പറ്റി ഡയലോഗ് പറയുമ്പോൾ പുള്ളിയുടെ ഒരു സാധനം ഉണ്ട്. അത് ഈ സെയിം ഐറ്റം പുള്ളി ഒന്ന് രണ്ട് മൂവിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ലവ് ആക്ഷൻ ഡ്രാമയിൽ പുള്ളി സെയിം സാധനം ഇടുന്നുണ്ട്. അത് ഭയങ്കര വർക്കാട്ടോ. നമുക്കത് തിയേറ്ററിൽ കാണുമ്പോഴത്തേക്കും കിടു പരിപാടിയാണ്. പിന്നെ എടുത്ത് പറയേണ്ടതായിട്ടോ എനിക്ക് തോന്നിയത് ജസ്റ്റിൻ്റെ മ്യൂസിക്കാണ്. ഭയങ്കര സിങ്കാണ്. അതായത് ജസ്റ്റിൻ്റെ മ്യൂസിക് ഈ ഇതിനകത്തില്ല നമ്മുടെ ലാലേട്ടൻ എനിക്ക് വരുന്ന നിവിൻ പോളിയുടെ കാര്യം പറക്കും. നിവിൻ ഇതിനകത്ത് ഒരു സ്റ്റുഡിയോയിൽ ഒരു ഗിത്താർ പ്ലേ ചെയ്യുന്നൊരു പോർഷൻ ഉണ്ട്. 2-3 രീതിയിൽ ഒരു മെലോഡീസ് ആയിട്ടുള്ള ട്രാക്ക് ഇങ്ങനെ ഗിത്താറിൻ്റെ പരിപാടി 2-3 ട്രാക്ക് വായിച്ച് കേൾപ്പിക്കും. അപ്പോൾ അതിനകത്തൊരു ലാസ്റ്റ് വരുന്നൊരു ട്രാക്ക് ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ആ ട്രാക്ക് വർക്കായി കേട്ടോ. പടത്തിൻ്റെ ത്രൂ ഔട്ട് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് പരിപാടി ചെയ്തിട്ടുണ്ട്. ജസ്റ്റിൻ്റെ പരിപാടി വൻ കിടുവാണ്. നമുക്ക് ഭയങ്കര രസമാണ്. ഡി ഒ പി ഭയങ്കര രസമാണ്. ഡി ഒ പി നമുക്ക് കണ്ടിരിക്കുമ്പോഴത്തേക്കും ശരണാണ് ഡി ഒ പി ഇരിക്കുന്നത്. നമുക്ക് ഭയങ്കര ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷവും അല്ലെങ്കിൽ ആ ഒരു ഫീൽ ഗുഡ് പരിപാടിയും അതിൻ്റെ കളർ ടോൺ ആയിക്കോട്ടെ നൈസ് സാധനമാണ്. സമീറ സനീഷാണ് കോസ്റ്റ്യൂം. എന്നിട്ട് എടുത്തു പറയുന്നത് നിവിൻ പോളിയുടെ കോസ്റ്റ്യൂം പക്ക. കാരണം പുള്ളി ആ മുണ്ട് കൊടുത്ത് വരുമ്പോഴത്തേക്ക് പുള്ളിയുടെ ഷോട്ട് ഇപ്പം ഹൃദയപൂർവ്വത്തിനകത്തും സമീറ സനീഷാണ് ശരിക്കുന്നത്. സമീറ സനീഷിൻ്റെ വർക്ക് എനിക്ക് ഭയങ്കര പേഴ്സണൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരിത് നായകനെയും മറ്റുള്ള കഥാപാത്രങ്ങളെ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ വലിയ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് അവരോട് ഭയങ്കര രസം തോന്നും. നമുക്ക് ഭയങ്കര ഒരു ഫീലാണത്. ഞാൻ ഈ പടം കാണാനായിട്ട് ഒരു ദിവസം വൈകിപ്പോയി. കാരണം ഞാൻ ഇന്നലെ വൃഷഭ കണ്ടിട്ട് നേരെ വൈഫ് ഹൗസിലോട്ട് പോയി. പിന്നെ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴത്തേക്കും എനിക്ക് ഇതിനിടയിൽ ഒരു പടം കൂടെ കാണാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആലോചിച്ചു ഈ പടം ഫസ്റ്റ് ഷോ തന്നെ എനിക്ക് കാണാമായിരുന്നു. കാരണം ഞാൻ കുറച്ചെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് ഈ പടം തിയേറ്ററിൽ പോയി കണ്ടത്. ഹോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കരമായിട്ട് രസം തോന്നുന്ന ഒരു അടിപൊളി പടം. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി വിസിറ്റ് ചെയ്ത് കാണുക. നമ്മൾ എവിടേക്ക് മിസ് ചെയ്തിരുന്ന ഒരു നിവിൻ പോളി ഉണ്ടല്ലോ, ആ നിവിൻ പോളി നമുക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ഡിസപ്പോയിൻമെൻറ്റും ഉണ്ടാവില്ല ഈ പടം കണ്ടു കഴിയുമ്പോഴത്തേക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയായിട്ട് പോവാം. നിങ്ങൾ പൂർണ്ണ തൃപ്തരായിട്ട് പടം കണ്ടും തിരിച്ചു വരും. മെയിൻലി ജനാർദ്ദനൻ ചേട്ടൻ്റെ കുറച്ച് പരിപാടിയൊക്കെ ഇതിനകത്തുണ്ട്. അത് ഭയങ്കര രസമാണ്. കാരണം പുള്ളിനെയൊക്കെ നമ്മൾ ഹൃദയപൂർവ്വത്തിൽ നിന്ന് കണ്ടിട്ട് പിന്നെ ഇപ്പോഴാണ് നമ്മൾ കാണുന്നത്. പുള്ളി പടത്തിലൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ ആ സാധനമൊക്കെ ഇതിനകത്ത് ഒരു ഞാൻ പാട്ട് പറയാം. ഒരു നായയുണ്ട്, ഒരു പട്ടിയുണ്ട്. ആ പട്ടിയുടെ സംഭവം പോലും നമ്മളായിട്ട് കണക്റ്റ് ആകും എന്നുള്ളതാണ്. അതുപോലും നമ്മളായിട്ട് കണക്ഷനിൽ വരുന്നുണ്ട്. ലാസ്റ്റ് വരുന്ന കുറച്ച് വിനീതിൻ്റെയൊക്കെ റോളൊക്കെ ഉണ്ട്. എല്ലാ റോളും അതായത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും ഭയങ്കര നീറ്റാണ്. ആ ഒരു നീറ്റായിട്ടുള്ളൊരു മൂവി അത്രയും നല്ലൊരു എക്സിക്യൂഷനിലാണ് അഖിൽ എടുത്തു വെച്ചിരിക്കുന്നത്. മാൻ പൊളി. ലാലേട്ടനെ വെച്ചിട്ട് പടം ചെയ്യണമെന്ന് പണ്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്നും അതിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ കൊള്ളാം. നമ്മൾ വെയിറ്റിംഗ് ആണ്. എനിവേ നൈസ് പടം. നീ ക്രിസ്മസിന് ധൈര്യമായിട്ട് പോയി കാണാം. കിടു.